ഇറാനിലേക്കുള്ള അമേരിക്കൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് അമേരിക്ക കരയാക്രമണത്തിന് കരയിലൂടെയുള്ള സൈനിക നടപടികളിലേക്ക് കടക്കുന്നുവെന്നുള്ള വാർത്തകളെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ്. അങ്ങനെയുള്ള കരയാക്രമണം ഇറാൻ എന്നുള്ള രാജ്യത്തിലേക്ക് ഉണ്ടായാൽ, കാർഗ് ദ്വീപിലേക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇറാന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഉണ്ടായാൽ, ഉർദു മേഖലകളിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇറാഖുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഉണ്ടായാൽ ഇറാൻ നേരിടാൻ അതിനെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് IRGCയുമായി ബന്ധപ്പെട്ട്, അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആണ് ഇറാന്റെ സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ വ്യോമ പരിധിയിലുള്ള യുദ്ധങ്ങൾ ഇത്രയും ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയില്ലായിരുന്നു ഇറാന് ഇത്രത്തോളം സ്ട്രാറ്റജിക്കലായ വർക്ക് ഈ യുദ്ധത്തിൽ ചെയ്യാൻ കഴിയുമെന്ന്. അവർക്ക് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടെന്ന്, അതിനവർക്കുള്ള ആയുധ ശക്തി ഉണ്ടെന്ന്, ഒരേ സമയം മിഡിൽ ഈസ്റ്റിനെയും ഇസ്രായേലിനെയും അമേരിക്കയെയും വിറപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ അതിനുള്ള ശേഷിയുണ്ടെന്ന കാര്യം ലോകത്തിന് മനസ്സിലായിരുന്നില്ല. എന്നാൽ അത്തരം ശേഷി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മുമ്പ് നമ്മൾ ചെയ്ത പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് പറയാൻ പോകുന്നത് ബാസിജ് ഫോഴ്സിനെ പറ്റിയാണ്. എന്താണ് ബാസിജ് ഫോഴ്സ്? ബാസിജ് ഫോഴ്സ് എന്നുള്ളത് ഇറാന്റെ ഒരു സമാന്തര സൈന്യമാണ്. ഈ കരയുദ്ധത്തിലേക്ക് ഈ അമേരിക്കയും ബന്ധപ്പെട്ട അമേരിക്കയുടെ സഖ്യകക്ഷികളും, ഈവൻ UAE പോലും അതിൽ ഉൾപ്പെട്ടാൽ ബാസിജ് ഫോഴ്സ് ആണ് പിന്നീട് കളത്തിലിറങ്ങുക. ബാസിജ് ഫോഴ്സ് എന്താണ് ചെയ്യുക, ആരാണ് ബാസിജ് ഫോഴ്സ് എന്നുള്ളതാണ്. ഏകദേശം 10 മില്യൺ, അതായത് 1 കോടിയോളം ആളുകൾ ബാസിജ് ഫോഴ്സിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. ഈ കണക്കൊന്നും പൂർണ്ണമല്ല, സമ്പൂർണമല്ല. നേരത്തെ ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ച്, ഡ്രോൺ ശേഷിയെക്കുറിച്ചൊക്കെ ലോകത്തിനൊരു ധാരണയുണ്ടായിരുന്നു. അതിനപ്പുറമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാന്റെ ശക്തി എന്നുള്ളത്. അപ്പോൾ ഈ കണക്കും എന്നുള്ളത് 10 മില്യൺ എന്നുള്ളത്, അല്ലെങ്കിൽ 1 കോടി ബാസിജ് ഫോഴ്സ് അംഗങ്ങൾ അനൗദ്യോഗിക കണക്ക് പ്രകാരം ഇറാനിലുണ്ട്. 1 കോടി എന്നുള്ള സാധാരണക്കാരായ മനുഷ്യർ ഇറാനിൽ സൈനിക പരിശീലനം കിട്ടി സമ്പൂർണമായിട്ട് ഏത് യുദ്ധങ്ങളിലും തോക്കേന്തി യുദ്ധം നടത്താൻ കഴിയുന്ന ശേഷിയുള്ള, സൈനിക പരിശീലനം ലഭിച്ച ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 1 കോടി ആളുകളെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബന്ധപ്പെട്ട അവരുടെ സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്നത്. ഇവരെ പരാജയപ്പെടുത്താൻ അത്ര എളുപ്പത്തിൽ അമേരിക്കക്ക് സാധ്യമാവുമോ? ഇപ്പോൾ തന്നെ കരയാക്രമണത്തിലല്ലാതെ വ്യോമ ആക്രമണങ്ങളിൽ തന്നെ വലിയ ശക്തിയുള്ള, വലിയ ശേഷിയുള്ള അമേരിക്ക എത്രത്തോളം തളർന്നിരിക്കുന്നു, ഇസ്രായേൽ എത്രത്തോളം തളർന്നിരിക്കുന്നു എന്ന് നമ്മൾ കണ്ട കാര്യമാണ്. ഇനി ഈ ബാസിജ് ഫോഴ്സുമായിട്ടുള്ള ഈ കരയുദ്ധത്തിൽ ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? സ്വാഭാവികമാണ്. ഇനി 1 കോടി ബാസിജ് ഫോഴ്സ് അംഗങ്ങൾ ആരാണെന്ന് അറിയുമോ? അതും അറിയാൻ സാധ്യമല്ല. കാരണം ഇത് മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഘടനയിലൂടെ പ്രവർത്തിക്കുന്ന സമാന്തരമായ ഇറാന്റെ സൈനിക വിന്യാസമാണ്. ജനങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ ബാസിജ് ഫോഴ്സ് ഉണ്ടാവുക. ഒരു പ്രത്യേക സമയത്ത് ഒരു അവസരമുണ്ടായാൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ കളത്തിലിറങ്ങും, കാര്യങ്ങൾ നേടുന്നത് വരെ യുദ്ധം ചെയ്യും. നേരത്തെ 1980കളിൽ സദ്ദാം ഹുസൈനെതിരായ, ഇറാഖിനെതിരായ ഇറാൻ യുദ്ധത്തിൽ ഈ ബാസിജ് ഫോഴ്സിന്റെ ഘടനയും രൂപീകരണവും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം അതായിരുന്നു. അപ്പോൾ നിലവിൽ ഈ ബാസിജ് ഫോഴ്സ് നടത്തുന്ന യുദ്ധം എന്നുള്ളത്, IRGC ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അമേരിക്കൻ സൈനികരെ കാർഗ് ദ്വീപിലേക്കോ അല്ലെങ്കിൽ ഇറാനിലേക്കോ പ്രവേശിച്ചാൽ പേർഷ്യൻ കടലിൽ സ്രാവുകൾക്ക് ഭക്ഷണമായി കൊടുക്കുമെന്നാണ് IRGCയുടെ പ്രസ്താവന ഉണ്ടായത്. ഇത് ഒരു പ്രസ്താവന മാത്രമല്ല, യഥാർത്ഥത്തിൽ അതിനുള്ള ശേഷി യഥാർത്ഥത്തിൽ ബാസിജ് ഫോഴ്സിനുണ്ട്. ബാസിജ് ഫോഴ്സ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നു, ജനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ജനവിഭാഗങ്ങൾക്കിടയിൽ അവരുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു സ്വാഭാവികമായിട്ടും ആഭ്യന്തരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടെത്തുക, ഇത്തരം ചാരന്മാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളെ കണ്ടെത്തുക. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായി ഏതെങ്കിലും വിഭാഗങ്ങൾ രാജ്യത്തിനകത്തു നിന്നും മാറാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ അടക്കം ശേഖരിക്കുന്ന ഒരു സമാന്തര സേനയാണ് ബാസിജ് ഫോഴ്സ്.
ഇവർ രംഗത്തിറങ്ങിയാൽ ഇറാന്റെ വിവിധ പ്രവിശ്യകൾ, ഇസ്ഫാനിലായാലും ടെഹ്റാനിലായാലും അല്ലെങ്കിൽ മറ്റ് അസർബൈജാൻ മേഖലകളിലായാലും ഇനി കാർമു ദ്വീപിലായാലും അത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരിക്കില്ല. സത്യം പറഞ്ഞാൽ കരയുദ്ധം എന്നുള്ളത് അമേരിക്കക്കും ഇസ്രായേലിനും ബലികേറാ മലയായിരിക്കും. കഴിഞ്ഞ ഒരുപാട് തവണ. ഇനി ബാസിൽ ഫോഴ്സിനെ പറ്റി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ലെബനനിലെ ഹിസ്ബുള്ള അല്ലെങ്കിൽ സിറിയയിൽ നടന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഇറാൻ ഇടപെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന കക്ഷിയാണ് ഈ ബാസിൽ ഫോഴ്സ് എന്നുള്ളത്. അതായത് രാജ്യത്തിന് പുറത്ത് പലയിടത്തും ഇത്തരം യുദ്ധങ്ങളും അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പുകളും നടത്തി പരിചയമുള്ള IRGC അത്തരത്തിൽ പരിശീലനം കൊടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് ബാസിൽ ഫോഴ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളെയും പുറത്തുനിന്ന് വരുന്ന കുഴപ്പങ്ങളെയും ഒരേ സമയം നേരിടാൻ ശേഷിയുള്ള 10 മില്യൺ വരുന്ന ബാസിൽ ഫോഴ്സിനെ കീഴടക്കേണ്ടി വരും അമേരിക്കക്കും ഇസ്രായേലിനും. ഇറാൻ കീഴടക്കണമെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. നിലവിലുള്ള ഇറാനിയൻ ഭരണകൂടം അതിശക്തമാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് അവർ സ്ട്രാറ്റജിക്കായി വിജയിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മൊത്തം ഒരു കലുഷിതമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ അനുസരിച്ച് മാത്രമായിരിക്കും ഇവിടെ ഒരു സമാധാനം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ട്രംപ് സ്വയം യുദ്ധത്തിൽ പിന്മാറുന്നു, നെതന്യാഹു യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ യുദ്ധം അവസാനിക്കുകയില്ല. അത് നടപ്പിലാവണമെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.